റനേറിയസ് ട്രയംഫൻ്റ് എന്നായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 എപ്പിസോഡ് 3യുടെ പേര്. ട്രയംഫൻ്റ് എന്ന് പറഞ്ഞാൽ റനേറിയ ജയിച്ചു അല്ലെങ്കിൽ വിജയിച്ചു എന്നുള്ള സെറ്റപ്പാണ്. കാരണം അയൺ ത്രോൺ കീഴടക്കി ഇപ്പോൾ രാജ്ഞ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിവിൽ വാർ തുടങ്ങിയത്? അത് കംപ്ലീറ്റ്ലി തീർന്നു സംഭവം പറഞ്ഞാൽ. പക്ഷേ ആക്ച്വലി തീർന്നിട്ടില്ല. അത് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വേറെ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുക. കാരണം റനേരയ്ക്ക് റൂൾ ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് വന്ന് കയറിയപ്പോൾ തന്നെ അവിടെയുള്ള സിറ്റുവേഷൻസ് മുഴുവനായിട്ടാണ് കാണിച്ചത്. ഈ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ്ലി ആ ഒരു ഇനീഷ്യലി ഉള്ള ആ ഒരു ഡെയ്മണ്ട് ആ ഒരു പ്രലോഗം ഉണ്ടല്ലോ, ഫസ്റ്റ് ഇനീഷ്യലി ഉള്ള ആ ഒരു കുഞ്ഞു സീക്വൻസ്, മറ്റേ ഡെയ്റോനെ പോയി കാണുന്നതും അല്ലെങ്കിൽ ഡെയ്റോനെ പിടിച്ചിട്ട് വരുന്നതും മറ്റേ ഓർമൺ ഹൈറ്റവറിനെ പോയി കാണുന്ന ആ ഒരു കോൺഫ്രണ്ടേഷൻ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ടൈറ്റിൽ ക്രെഡിറ്റ്സ് തുടങ്ങി കഴിഞ്ഞ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു എപ്പിസോഡിൽ മുഴുവനായിട്ട് റനേറയ്ക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. റനേറയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു എപ്പിസോഡ് മുഴുവൻ. ആ ഒരു ക്യാരക്ടർ എടുക്കുന്ന ഡിസിഷൻസും ആ ഒരു ക്യാരക്ടറിൻ്റെ കണ്ണിലൂടെ ഉള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് ഒരൊറ്റ സീൻ പോലും വേറെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടില്ല. വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും നടക്കുന്നതായിട്ടോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഈ ഒരു ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഉള്ളത് കിങ്സ് ലാൻഡിങ്ങിലാണ്, റെഡ് കീപ്പിലാണ്, രാജ്ഞിയാണ്. സോ ആ ഒരു ക്യാരക്ടർ കാണുന്ന കാര്യങ്ങൾ മാത്രം കാണിച്ചൊരു എപ്പിസോഡായിരുന്നു 3rd എപ്പിസോഡ്. ഐ തിങ്ക് അല വെടിപ്പായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കുന്നതിനൊപ്പം തന്നെ ഈ റാമൻ തെജുവയുടെ മ്യൂസിക് ഉണ്ടല്ലോ, ഇതിങ്ങനെ എലിവേറ്റ് ചെയ്ത് ഒരു ടെൻഷൻ സിറ്റുവേഷനിലേക്ക് കൊണ്ട് നിർത്തുന്നൊരു എപ്പിസോഡായിരുന്നു കംപ്ലീറ്റ്ലി. ഫുള്ളായിട്ട് നമ്മൾ എന്തപ്പോൾ നടക്കുക, എന്തപ്പോൾ ചെയ്യാമെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. കാരണം കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. ഒരു വാർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കിങ്ഡം എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. പല സൈഡിൽ നിന്നും പല പ്രശ്നങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണ് റനേറയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആളെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് കാണിച്ചത്. കുറേ കാര്യങ്ങൾ ഈ റനേറ ഈ ഒരു എപ്പിസോഡിൽ എടുക്കുന്നുണ്ട്, ഒരു രാജ്ഞി എന്ന നിലയ്ക്ക് എടുക്കുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചത്. സോ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മെയിൻ ആയിട്ടുള്ള സംഭവം അയൺ ത്രോണിൽ ഇരിക്കുന്ന അത്ര വലിയ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അത് നേരെ മനസ്സിലാക്കി എടുക്കുന്നത് ഇപ്പോഴാണ്. കണ്ടിട്ടുണ്ട് അച്ഛനായ വിസേരിസ് ഭരിക്കുന്നത്, മുത്തശ്ശനായ ആൾക്കാർ ഭരിക്കുന്നത്, അങ്ങനത്തെ പല സിറ്റുവേഷൻസ് നേരെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ അയൺ ത്രോണിൽ ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം, ഓഡിയൻസായി നമുക്കറിയാം. ഓൾറെഡി നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് കാണുമ്പോൾ തന്നെ ഗെയിം ഓഫ് ത്രോൺസിൽ ഇനീഷ്യലി ആദ്യത്തെ രാജാവ് ഉണ്ടായിരുന്നു നമ്മുടെ റോബർട്ട് ബറാത്തിയനായിരുന്നു നമ്മുടെ ഷോ തുടങ്ങുന്ന സമയത്ത്. സോ റോബർട്ട് ബറാത്തിയൻ പല സമയത്ത് നെഡ് സ്റ്റാർക്കിനോട് തന്നെ നമ്മുടെ വിൻ്റർഫെയിലൊക്കെ വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ എന്നെ പിടിച്ച് മറ്റേ റോബർട്ട് റെബിലിയൻ കഴിഞ്ഞിട്ടാണ് റോബർട്ട് ബറാത്തിയനെ പിടിച്ച് എല്ലാവരും കൂടി രാജാവാക്കി തന്നത്. സോ നീയൊക്കെ എന്നെ പിടിച്ച് രാജാവാക്കി, അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എനിക്കേ അറിയുള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് മറ്റേ റോബർട്ട് വന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ബോറിങ് ഒന്നാമത്തെ കാര്യം. പോരാത്തതിന് ഈ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേട്ട് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നേരെ കേൾക്കുന്ന പോലെ തന്നെ നമ്മുടെ ഡെനറിസ് കേട്ട പോലെ തന്നെ ഒരു ആസ് എ ക്യൂൻ നമ്മൾ ഈ കുറേ പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരും. അതിൽ ഒട്ടുമിക്കതും കള്ളാണ്. ഈ ആൾക്കാർ വന്ന് പറയുന്നതിൽ ഒട്ടുമിക്കതും കള്ളായിരിക്കും. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉറപ്പുള്ളതുള്ളൂ. അതിൽ എല്ലാം പരാതിയാണ്. ഒരു പരാതിപ്പെട്ടി എന്ന രീതിയിൽ മാത്രമായിട്ട് രാജ്ഞി മാറും അല്ലെങ്കിൽ രാജാവ് മാറും എന്നുള്ളതാണ് അയൺ ത്രോണിൽ ഇരിക്കുന്നതിന് മെയിൻ പ്രശ്നങ്ങളൊന്നും. പോരാത്തതിന് പല സൈഡിൽ നിന്നും അറ്റാക്കാണ്. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു നോർമലി നമ്മൾ ലൈഫിലുള്ള സിറ്റുവേഷൻസ് ആലോചിച്ചാൽ തന്നെ മതി. നമ്മളൊരു ചെറിയ ഒരു ജോബിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളൊരു ഹയർ പൊസിഷനിലേക്ക് പോകുന്നതോറും ആ പൊസിഷനിലെത്താൻ ഇപ്പോൾ റീസെൻ്റ് നമ്മുടെ ഫെവിക്കോളിലൊരു ആഡ് ഉണ്ടായിരുന്നു, ഈ കസേര എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിലൊക്കെ അത് ഓടിക്കുന്നുണ്ട്. ഈ കസേര ആ കസേര എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ കോൺസ്റ്റബിളിൻ്റെ കസേര ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കസേരയിലാണ് അല്ലെങ്കിൽ കണ്ണിലാണ്, അങ്ങനെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അത് തന്നെയാണ് ഈ അയൺ ത്രോണിൽ ഇരിക്കുമ്പോൾ മെയിൻ പ്രശ്നങ്ങൾ. ഒന്ന് എല്ലാവർക്കും അയൺ ത്രോണിൽ ഇരിക്കണം. സോ അത് മെയിനായിട്ട് ഇപ്പോൾ ആരെ വിശ്വസിക്കുന്ന പോലെ അറിയില്ല. പണ്ട് ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മാഡ് കിങ് ഉണ്ടായിരുന്നു. ആളായിരുന്നു മറ്റേ ഫുള്ളായിട്ട് എല്ലാവരും ബേൺ ദ മോൾ എന്നൊക്കെ പറഞ്ഞവരായിരുന്നു. ഈ മാഡ് കിങ്ങിൻ്റെ കിങ്സ് ഗാർഡായിട്ട് കൂടെ നിന്ന നമ്മുടെ സെർസിയുടെ അനിയൻ ജെയ്മി ആയിരുന്നു മൂപ്പരെ കൊന്ന് അയൺ ത്രോണിലിരുന്ന്. സോ ഇങ്ങനെ ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരടക്കം കൊല്ലും. അങ്ങനത്തെ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ റനേറ ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു. അത് എത്തിക്കുന്നൊരു എപ്പിസോഡും കൂടി അടുത്തിൽ കാണിച്ചിരുന്നു. സോ ഒന്നാമത്തെ കാര്യം അയൺ ത്രോണിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. നെഡ് സ്റ്റാർക്ക് ഇരുന്ന് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇരുന്ന് കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരേ കാര്യങ്ങളാണ് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം റനേറ റിയലൈസ് ചെയ്തെടുക്കുന്നത് ആക്ച്വലി ബുക്കിലൊക്കെ പറയുന്നുണ്ട്. ഈ ബുക്കിലും ഗെയിം ഓഫ് ത്രോൺസിൽ പറയുന്നുണ്ട്, എനിക്ക് ഡൗട്ടുണ്ട്. ഈ അയൺ ത്രോണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അയൺ ത്രോൺ ഉണ്ടാക്കിയത് തന്നെ ഈ എയ്ഗോൺ ടാർഗേറിയൻ ആ ഒരു എയ്ഗോണിൻ്റെ കോൺക്വസ്റ്റ് കഴിഞ്ഞിട്ട് തൻ്റെ എതിരാളികളുടെ വാളുകൾ സ്വാഡ്സ് ഫുൾ എടുത്തിട്ട് അത് ഉരുക്കിയിട്ടാണ് ഈ അയൺ ത്രോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ അയൺ ത്രോണിലൊരു മെറ്റഫോറിക്കലി പറയുന്നൊരു കാര്യം തന്നെയുണ്ട്. വിസേരിസ് ഈ ഹൗസ് ഓഫ് ഡ്രാഗൺ നമ്മൾ കാണുന്നുണ്ട്, വിസേരിസിൻ്റെ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞ് സെപ്റ്റിക് ആവുന്നുണ്ട്. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അയൺ ത്രോൺ നമ്മളെ ബ്ലീഡ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അതിലിരിക്കുന്നത് തന്നെ ഒരു മുൾക്കിരീടത്തിലിരിക്കുന്ന പോലെയാണ് എന്ന് മെറ്റഫോറിക്കലി കാണിക്കാൻ കൂടിയാണ് ഈ ഒരു സാധനത്തിൽ തൊട്ടാ മുറി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ അത്രയും
അത്രയും സിംബോളിക്കലി ഇതിനപ്പുറത്ത് വേറെ കാണിക്കാനില്ല. അയൺ ത്രോൺ ഈസ് വെരി ഡേഞ്ചറസ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അക്കരെ കാണുമ്പോൾ ഇക്കരെ പച്ചാന്ന് പറയില്ലേ, ഈ സെറ്റപ്പ് തന്നെ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ വില നമുക്ക് മനസ്സിലാവുക, ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുക. ഈ സാധനം റെനേരെ മനസ്സിലാക്കി എടുക്കുന്നത് വളരെ നീറ്റായിട്ട് ഈ ഒരു എപ്പിസോഡിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈമിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ഒരു കിങ്ഡം ഭരിക്കണമെങ്കിൽ ഈ ഖജനാവിൽ പൈസ വേണം, ഗോൾഡ് വേണം. ഈ സാധനം ഇല്ല. ഇത് കംപ്ലീറ്റ്ലി ഇതിന് മുമ്പുണ്ടായിരുന്ന മറ്റേ ഏഗോടെ കൊണ്ടുപോയില്ല. ആ ചങ്ങായി മറ്റേ ലോർഡ് ഓഫ് കോയിൻസ് മൂപ്പരായിരുന്നു. ഈ ചങ്ങായി എല്ലായിടത്തും എവിടെ കൊണ്ട് പൂഴ്ത്തി എവിടെയാണെന്ന് അറിയില്ല. ഈ മറ്റ് ലോഡ്സിൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല. സോ അങ്ങനെ പൈസ ഇല്ലാത്ത വലിയൊരു സിറ്റുവേഷനിലാണ് റെനേറിയ. അപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. പക്ഷേ ഈ സിവിൽ വാർ നടക്കുന്ന സമയത്ത് കിങ്ഡത്തിനകത്ത് പൈസ ഇല്ല. പൈസ എന്തായാലും വേണം. പൈസ ഇല്ലെങ്കിൽ റൂൾ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു വലിയ പ്രഷർ സിറ്റുവേഷൻ. ലാനിസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് കൂടുതൽ പൈസ ഉള്ളത്. അവരെ കാണാനില്ല. അവരെവിടെ പോയി ഇത് ചെയ്യുന്നു അറിയില്ല. സോ അങ്ങനെ ഇനിയിപ്പോൾ ആകെ ഓപ്ഷൻ ഉള്ളത് ബാക്കിയുള്ള ആൾക്കാരോട് നമുക്ക് പൈസ കടം ചോദിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ടാക്സ് കയറണം, പൈസ കയറണം എന്നൊക്കെ പറയാം. അങ്ങനെ പ്രഷറൈസ് ചെയ്ത് പൈസ വാങ്ങേണ്ട ഒരു സിറ്റുവേഷനിലാണ് റെനേറിയ. ഇത് കൂടാതെ സ്മോൾ കൗൺസിൽ ഇല്ല. ആൾക്ക് ഉണ്ടായിരുന്ന സ്മോൾ കൗൺസിൽ നമ്മൾ ഡ്രാഗൺ സ്റ്റോറിൽ കണ്ടതാണ്. ആ ഒരു കുറച്ച് ആൾക്കാർ കഴിഞ്ഞ എപ്പിസോഡിൽ, അതിന് മുമ്പത്തെ എപ്പിസോഡിൽ റെനേറിയ കിങ്സ് ലാൻഡിങ്ങിലേക്ക് എത്തിയതിന് മുമ്പ് നമ്മുടെ ജെയ്സ് ഫസ്റ്റ് എപ്പിസോഡിൽ ജെയ്സ് മരിച്ച സമയത്ത് ഇവരെല്ലാവരും കൂടി ആളെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. സോ റെനേർക്ക് പിന്നെ ആരും വിശ്വാസമില്ല, മെയ്സേരിയന് മാത്രമേ വിശ്വാസമുള്ളൂ. സോ അന്ന് ആ ഒരു കൊട്ടാരത്തിലുണ്ടായിരുന്ന ആളുടെ സ്മോൾ കൗൺസിൽ ഒന്നും തന്നെ റെനേർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. സോ ഒരു പുതിയ സ്മോൾ കൗൺസിൽ ഉണ്ടാക്കണം. അതിൽ ആളെ തികഞ്ഞിട്ടില്ല. അതിൽ ഈ പറയുന്ന എല്ലാ പൊസിഷനിലേക്ക് ആളെ ഫില്ല് ചെയ്യണം. സോ അങ്ങനെ ഒരു സ്മോൾ കൗൺസിൽ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ വിഷയങ്ങളും ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ദെൻ ഈ റെനേറയുടെ അല്ലെങ്കിൽ ഈ അയൺ ത്രോണിൽ ഉണ്ടാവാൻ പറ്റുന്ന വലിയൊരു ത്രെട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ്. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാവരും പോയി. എയ്ഗോണും എയ്മുണ്ടും. എയ്ഗോൺ എവിടെയാണെന്ന് അറിയില്ല, അതാണ് മെയിൻ പ്രശ്നം. ഈ ഒരു എപ്പിസോഡിൽ തന്നെ നമ്മുടെ ഫെയ്ത്ത് ഓഫ് ദി സെവനെ കുറച്ച് ആൾക്കാർ റെനേറെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് റെനേറയുടെ ഒരു കോർണേഷൻ നടക്കണമെങ്കിൽ, ഫെയ്ത്ത് ഓഫ് ദി സെവൻ എന്ന് പറഞ്ഞാൽ മറ്റേ അറിയാലോ, ഈ ഒരു വെസ്റ്റ് റോസിൽ ഫുള്ളായിട്ട് ഒരു 7 കിങ്ഡം ആണുള്ളത്. അതിൽ 7 ഫെയ്റ്റ്സ് ആണുള്ളത്. സോ അതാണ് അവരുടെ ആ ഒരു മതപരമായ കാര്യം. സോ ആ ഒരു സാധനം അല്ലെങ്കിൽ കോർണേഷൻ നടക്കണമെങ്കിൽ ഈ ഒരു കമ്മിറ്റി, പള്ളി കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഈ ഫെയ്ത്ത് ഓഫ് ദി സെവൻ സമ്മതിക്കണം. അവർക്ക് സമ്മതിക്കണമെങ്കിൽ അറ്റ് എ ടൈം 2 രാജാവ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ 2 രാജ്ഞി ഉണ്ടാകാൻ പാടില്ല. ഓൾറെഡി ഉള്ള എയ്ഗോൺ മരിച്ചു എന്ന് ഇവർക്ക് ഉറപ്പ് വരണം. മറ്റേ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗണിലും കാണാറുണ്ട്. ഈ രാജാവോ രാജ്ഞിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തെ ദുഃഖാചരണം ഉണ്ട്. ഈ മറ്റേ സിസ്റ്റേഴ്സ്, മറ്റേ സ്വീപ്പിംഗ് സിസ്റ്ററോ അല്ലെങ്കിൽ വീപ്പിംഗ് സിസ്റ്ററോ, അങ്ങനെ ആ കുറച്ച് പേര് തലയിലൊക്കെ കെട്ടി ഇതിന് ചുറ്റും നടന്ന് കുറേ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ കാണാൻ. മറ്റേ കണ്ണിൽ മറ്റേ സാധനമൊക്കെ വെച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കല്ല് വെച്ച് വരയ്ക്കും, ആ സെറ്റപ്പ്. സോ ഈ പരിപാടി, അതായത് ഈ മരണാനന്തര ചടങ്ങുകൾ നടന്നാൽ മാത്രമാണ് ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. സോ എയ്ഗോൺ ഇപ്പോൾ മരിച്ചു എന്ന് ഇവർ പറയൽ മാത്രമേ ഉള്ളൂ, അതിന് ഉറപ്പില്ല. സോ അങ്ങനെ ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞ് ഓൾറെഡി പറയുന്നുണ്ട്. സോ എയ്ഗോണിൻ്റെ ഡെഡ് ബോഡി കിട്ടണം എന്നുള്ളത് ഭയങ്കരമായിട്ട് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് റെനേരയ്ക്ക്. അതില്ലാതെ വേറൊരു കോർണേഷൻ നടക്കാൻ പറ്റില്ല. വേറൊരു വലിയ ത്രെട്ടുള്ളത് എയ്മണ്ടാണ്. എയ്മണ്ടിൻ്റെ കയ്യിൽ വാഗാറുണ്ട്. ഈ എയ്മണ്ട് എവിടെ പോയി തൊലഞ്ഞൊരു ഐഡിയ ഇല്ല. അവസാനം കണ്ടത് ഹാരൻ ഹെല്ലിലാണ്. ഇപ്പോൾ ഹാരൻ ഹെല്ലിലും കാണാനില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ നമ്മൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ കാണും. പക്ഷേ അറ്റ് പ്രസൻറ്റ് റെനേരയ്ക്ക് ഉണ്ടാകുന്ന മെയിൻ ത്രെട്ടുകൾ ഇവർ രണ്ടുപേരാണ്. ബാക്കി എല്ലാം ഒട്ടുമിക്കതെല്ലാം തുടച്ചെടുക്കി. ഈവൻ ഹൈ ടവർ ആർമി വരുന്നതൊക്കെ നമ്മൾ പോകുന്നതും കണ്ടാണ്. പക്ഷേ അത് ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനം നല്ല കിട്ടിലിനായിട്ട് നല്ല ട്വിസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് അവസാനം പറയാം. റെനേരയ്ക്ക് ഇപ്പോൾ ഉള്ള വലിയ 2 ത്രെട്സ് അത് എവിടെയാണെന്ന് പോലും അറിയില്ല. സോ എനിമീസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ കോർലിസ് വലേറിയൻ 2 മക്കളെ, നമ്മുടെ ബാസ്റ്റേഴ്സ് ആയ 2 മക്കളെ ഈ വലേറിയൻ ഫാമിലി ആയിട്ട് അവരെ കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ആക്ച്വലി കോർലിസ് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും വലിയ യുദ്ധമൊക്കെ നടത്തി, മറ്റേ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് നടത്തി ഈ റെനേരയുടെ സൈഡിൽ നിന്നിട്ട് ആളുടെ എല്ലാം പോയി, ആളുടെ നാടും വീടും സ്ഥലവും ഒക്കെ പോയി. മെയിനായിട്ട് ആളുടെ ഭാര്യ മരിച്ചു, ഭാര്യയുടെ ഡ്രാഗൺ മരിച്ചു. ഇത്രയും, അതായത് കോർലിസിൻ്റെ സൈഡ് വെച്ച് നോക്കുമ്പോൾ ആൾക്ക് അത്രയും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ട് വേറൊരു ഒറ്റ കാര്യമാണ് റെനേരോട് തിരിച്ച് മൂപ്പര് ചോദിച്ചിട്ടുള്ളൂ. വേറെ സ്വത്തോ പണമോ ഒന്നുമല്ല, ഈ 2 മക്കൾക്ക് എൻ്റെ പേര് വലേറിയൻ പേര് കൊടുക്കണം എന്ന് പറഞ്ഞ്. റെനേരയ്ക്ക് അത് പറ്റൂല. ആക്ച്വലി റെനേരയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാനും രാജ്ഞിക്ക് പറ്റില്ല. സോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ സിറ്റുവേഷനിലാണ്. ഈ ഒരു കാരണം കൊണ്ട് ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും ഇനി കോർലിസ് മറുകണ്ഠം ചാടാം, അങ്ങനെയും സിറ്റുവേഷൻ ഉണ്ട്. സോ ഇങ്ങനെ ആക്കില്ല എന്ന് കണ്ടപ്പോൾ, അതായത് വലേറിയൻ ഫാമിലി ആക്കില്ല എന്ന് കണ്ടപ്പോൾ ഈ കോർലിസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടാണ്. അതായത് റെനേരയുടെ മക്കളും ബാസ്റ്റേഴ്സാണ്. ഇപ്പോൾ എൻ്റെ മക്കൾ ബാസ്റ്റേഡാണെന്ന് പറയുന്നുണ്ടെങ്കിൽ റെനേരയ്ക്ക് ഇപ്പോൾ ഉള്ള നമ്മൾ രാജാവാക്കാൻ വെച്ചിരുന്ന ജസേരിസ് ആയിക്കോട്ടെ, ലൂസേരിസ് ആയിക്കോട്ടെ, എല്ലാം ബാസ്റ്റേഴ്സാണ്. കാരണം മറ്റേ ചങ്ങായിയുടെ മോനല്ല, അത് നമ്മൾ മറ്റേ ലെയ്നോർ വലേറിയുടെ മക്കളല്ലായിരുന്നു. ആള് കൂടെ ഉള്ള സമയത്ത് ഈ റെനേരയുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സോൾജർ മക്കളായിരുന്നു. സോ അതുകൊണ്ടാണ്, അതെല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ടാണ് കോർലിസ് ഈ ഒരു ബാസ്റ്റേഴ്സ് ആണെന്നുള്ളത് രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. സോ
രണ്ട് പക്ഷത്തും ന്യായമുണ്ട്, രണ്ട് പക്ഷത്തും തെറ്റുമുണ്ട് എന്നുള്ള സിറ്റുവേഷനാണ്. അതിൽ ഒന്നും പറയാൻ പറ്റില്ല, ആ ഒരു ഡിസിഷനും എടുക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ലോക്ക്ഡായി പോയി റെനേറിയ. സോ ഇങ്ങനെ അങ്ങടും ഇല്ല എന്നുള്ള സിറ്റുവേഷനിലുള്ള റെനേറിയ. ഈ പ്രഷറൊന്നും താങ്ങാൻ പറ്റാതെ രാത്രി ഉറക്കമില്ലാതെ ഇൻസോംനിയ അടിച്ച് ഡെയ്മോണിൻ്റെ കൂടെ പോയി റെനേറി കിടക്കും നമ്മൾക്കൊന്നും കണ്ടതാണ്. ഈ ഒരു ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണിക്കാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് വളരെ നല്ലതാണ് ഈ ഒരു എപ്പിസോഡിൽ. കാരണം ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന മെൻ്റൽ സ്ട്രെസ്സും മെൻ്റൽ ട്രോമയും ഗോസ്റ്റിന് കാണുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കോർട്ടിനകത്ത് ഈ ജെയ്സിനൊക്കെ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആകെ ഒരു സമാധാനം എന്ന് പറയാനുള്ള ഡെയ്മൺ ആളുടെ ഇൻറ്റൻഷൻസും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഡ്രാഗൺ സ്റ്റോണിൽ നിന്ന് കിങ്സ് ലാൻഡിലേക്ക് വരുമ്പോൾ ഈ മറ്റേ കണ്ട വിഷനും അങ്ങനെ ഒരു മറ്റേ വൈറ്റ് വാക്കേഴ്സൊക്കെ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഡെയ്മൺ കൊണ്ടുവന്നതെങ്കിലും ഡെയ്മണിൻ്റെ പ്രധാന ഉദ്ദേശം ഇവിടെ നിന്ന് പോലെ ഡെയ്മൺ ഇങ്ങനെ കോൺക്വർ ചെയ്ത് നടക്കണം. ഈ ഏകോണം പോലെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും കോൺക്വർ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കോൺക്വറായി അല്ലെങ്കിൽ കിങ്സ് ലാൻഡിൽ പിടിച്ചെടുക്കിയ ശേഷം ഇനിയിപ്പോൾ ഡെയ്മണിൻ്റെ മെയിൻ ഉദ്ദേശം നാരോസീ കടന്ന് അപ്പുറത്തേക്കും മറ്റേ പെൻഡോസിലേക്കും എസ്റ്റോസിലേക്കും മറ്റേ ട്രയാർക്കൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട് അവിടെ ഫുള്ളായിട്ട് കീഴടക്കണം. അല്ലെങ്കിൽ നാരോസിക്ക് അപ്പുറം ഫുള്ളായിട്ട് സൗത്ത് ഫുള്ളായിട്ട് കീഴടക്കണം എന്നുള്ള രീതിയിലാണ് ഡോൺ കീഴടക്കണം എന്നൊക്കെയാണ് പറഞ്ഞ് ഈ ഡെയ്മൺ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അതൊന്നും സമയമില്ല എന്നാണ് റെനേറി അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നത്. കാരണം ആദ്യം ഇവിടെയുള്ള ആൾക്കാരുടെ ഡീൽ ചെയ്യട്ടെ, ആദ്യം എൻ്റെ സ്ഥലമൊന്നും ഞാൻ സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ് ഡെയ്മൺ സമാധാനിപ്പിക്കുന്നത്. സോ ഡെയ്മണിൻ്റെ ആ ഒരു ഇൻറ്റൻഷനും റെനേറിക്ക് അവിടെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി ഇവിടെ സ്മോൾ ഫോക്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നാട് മുഴുവൻ അല്ലെങ്കിൽ കിങ്സ് ലാൻഡിങ്ങിലുള്ള ആൾക്കാർ മുഴുവൻ പട്ടിണിയുള്ള മെയിൻ കാരണങ്ങൾ ഒന്ന് ഈ ഒരു വാർ തുടങ്ങിയ സമയത്ത് അവിടെയുള്ള നോബിൾസ് ഫുള്ള് അവരുടെ സാരിയും സാധനങ്ങളൊക്കെ തന്നെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നാട്ടുകാർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. സോ അവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള കുഞ്ഞു നോബിൾസിനൊക്കെ വിളിച്ചു വരുത്തി അവരെ അപമാനിച്ചു വിടുന്നൊരു സീക്വൻസും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിലുണ്ടായിരുന്ന എലി ഒക്കെ പുഴുങ്ങിയിട്ട് അവർക്ക് എലിയും കുറച്ച് നൂഡിൽസും കൊടുത്ത് അത് തിന്നോന്ന് പറഞ്ഞ് ഇതേ ടൈം അവരുടെ വീട് മുഴുവൻ റെയ്ഡ് ചെയ്ത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കുന്നൊരു സീക്വൻസ് നമ്മൾ കണ്ടു. സോ നാട്ടുകാരുടെ മുമ്പിൽ ഒരു നല്ല ക്വീൻ അല്ലെങ്കിൽ ഒരു മേഴ്സിഫുൾ ആയിട്ടുള്ളൊരു ക്വീനാണെന്ന് പറഞ്ഞ് അങ്ങനെ വരുത്തി തീർക്കാൻ റെനേറി നോക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് നാട്ടുകാരെ പ്രീതിപ്പെടുത്തുന്ന അതേ സമയത്ത് കൂടെ ഉള്ളവരെ തന്നെ വെറുപ്പിക്കലാണ് റെനേറി മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് അലിസനും പറയുന്നുണ്ട്. അലിസന് പറയുന്നത് പല സമയത്ത് പല ഡിസിഷൻ എടുക്കണം. ചില സമയത്ത് നമ്മൾ കണ്ണടക്കേണ്ടി വരും, ചില സമയത്ത് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് റൂൾ ചെയ്യുന്നത്. പക്ഷേ റെനേരയുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് റെനേരയുടെ ഐഡിയോളജി അനുസരിച്ച് ഇങ്ങനെ ആയിരുന്നില്ല ആൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനായിരുന്നു നമ്മുടെ ഉൾഫ് ഫൈറ്റിനെയും ഈ ആഡം ഓഫ് ഹള്ളിനെയും എന്താ പറയുക ഹ്യൂ ഹാമർ ഇവർക്കൊക്കെ ഈ ഒരു പേര് വന്നതും ആ ഒരു സർനെയും വന്നതും മറ്റേ വൈറ്റ് എന്നും ഹാമറെന്നും ഹള്ളെന്നൊക്കെ പറഞ്ഞ ആ ഒരു പേര് വന്നതും then അവരുടെ ആ ഒരു നൈറ്റ് ഹുഡ് അവരെ നൈറ്റാക്കി സർ എന്ന് പറയും, അതായത് ലോഡാക്കി. സോ അങ്ങനെ അവരുടെ നൈറ്റ് ഹുഡ് നടത്തുന്ന സീക്വൻസ് നമ്മൾ കണ്ടു. കാരണം അവരെ ആവശ്യമുണ്ട്, അവരുടെ ഡ്രാഗൺസ് ആവശ്യമുണ്ട്, അവരുടെ ഡ്രാഗൺ സീഡ്സ് ആണ്, അവരെ വെച്ചിട്ടാണ് ഇനി അങ്ങോട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെ വെറുപ്പിക്കലാണ് ചെയ്യുന്നത്. അവരും എപ്പോൾ വേണമെങ്കിലും മാറാം. ഇതിനൊക്കത്തിനും പുറമെ മെയിനായിട്ട് ബുക്കിൽ നിന്ന് നടന്ന വലിയൊരു ചേഞ്ച്, വലിയൊരു അടിപൊളിയായിട്ട് ഞാൻ നോക്കിയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചൊരു ട്വിസ്റ്റും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയ്റോൺ ടാർഗറിയനാണ്. നമ്മുടെ ഓർമൺ ഹൈ ടവർ വലിയൊരു ഹൈ ടവർ ആർമിയായിട്ട് ഓൾഡ് ടൗണിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവർ കിങ്സ് ലാൻഡിങ്ങിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡെയ്മൺ പോയിട്ട് ഓൾറെഡി കിങ്സ് ലാൻഡിങ് കീഴടക്കിയത് കൊണ്ട് ഡെയ്മൺ പോയിട്ട് ഈ മറ്റു ഡ്രാഗൺസൊക്കെ 3-4 ഡ്രാഗണേയും പിടിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ ഓർമണ്ടിൻ്റെ മുമ്പിൽ പോകുന്നത്. സോ ഓർമണ്ടിനോട് പറഞ്ഞു കീഴടങ്ങ്, തിരിച്ച് നാട്ടിൽ പോകും, നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല. ഓർമണ്ടിന് വേറെ ഓപ്ഷൻ ഇല്ല, ആള് തിരിച്ച് നാട്ടിൽ പോവാണ്. പക്ഷേ ഒറ്റ കണ്ടീഷൻ, എനിക്ക് കൂടെ ഉള്ള മറ്റേ ഡെയ്റോൺ ടാർഗറിയൻ വേണം. ഡെയ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലിസൻ്റെ ഏറ്റവും എളിയ മോനാണ്. അതായത് ഇനിയുള്ള ഒരു വലിയ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഈ ചെക്കനാണ്. സോ അവനെ വേണമെന്ന് പറഞ്ഞ് ഓർമണ്ട് കൊടുക്കുന്നത് ഒരു ഇമ്പോസ്റ്ററിനെ ആയിരുന്നു, ഡെയ്റോനെ ആയിരുന്നില്ല. ഡെയ്റോനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡെയ്റോൺ ആക്ച്വലി മറ്റേ ഈ ടാർഗറിയൻസിൻ്റെ വൈറ്റ് ഹെയർ അല്ല, മറ്റേ അലിസൻ്റെ പോലെ തന്നെ ഒരു റെഡ് ഹെയറാണ്, ഒരു ഗോൾഡൻ റെഡ് ഹെയറാണ്. സോ ഡെയ്റോൺ ആയിരുന്നില്ല ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു ഡെയ്മണ്ട് കൂടെ. പക്ഷേ ഡെയ്മൺ വിചാരിച്ച് ഈ ചങ്ങായി ആണെന്ന് പറഞ്ഞ് വീട്ടിലെത്തി കൊട്ടാരത്തിലെത്തി എലിസൻ്റ് നേരിട്ട് ഈ ഒരു ക്യാരക്ടറിനെ കാണുമ്പോഴാണ് ഇത് ഡെയ്റോൺ അല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇതേ ടൈമിൽ തിരിച്ചു പോയെന്ന് വിചാരിച്ച നമ്മുടെ ഓർമ്മണ്ട് നേരെ പോയത് ടംബിൾട്ടൺ എന്ന് പറഞ്ഞാൽ ഈ കിങ്സ് ലാൻഡിങ്ങിൽ തൊട്ടടുത്ത് തന്നെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്, ഒരു ചെറിയ ടൗൺ ആണ്. സോ അവിടെയും റെനേരയുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അവിടെ പോയിട്ട് ഫുള്ളായിട്ട് അവിടെ ഫുള്ള് ലൂട്ട് ചെയ്ത് അവിടെ ഫുൾ കീഴടക്കി ഇപ്പോൾ ടംബിൾ ടൗണിൽ കയറിയിരിക്കുന്നുണ്ട് നമ്മുടെ ഓർമ്മണ്ട്. സോ എല്ലാ ത്രെട്ടും പോയി എന്ന് വിചാരിക്കുമ്പോഴാണ് പുതിയൊരുത്തൻ, അത് വലിയൊരു ആർമീനെ കൊണ്ട്, അവൻ്റെ കയ്യിൽ ഒരു ഡ്രാഗണുണ്ട്, അവൻ്റെ കയ്യിൽ ഡെയ്റോൺ ഉണ്ട്. ആക്ച്വലി ഈ ഡെയ്റോൺ അവിടെ വെച്ച് ഈ ടംബിൾ ടൗൺ സാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ ബാറ്റിലൊക്കെ ഉണ്ട്. അത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല ഇനി കാണിക്കുമോ എന്ന്.
അത് ആ ഒരു ബാറ്റിൽ കഴിഞ്ഞിട്ടാണ് ഈ ഡെയറോൺ ദി ഡെയറിംഗ് എന്നൊക്കെ പേര് വരുന്നത്. അത് ചിലപ്പോൾ ഒരു സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ ടംബിൾട്ടൺ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇതല്ലാതെ അവിടെ വെച്ച് തന്നെ ഒരു 1-2 ബാറ്റിൽസ് നടക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ട് പോകും, ഇവർ ഇങ്ങോട്ട് വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഇനി അടുത്ത എപ്പിസോഡിൽ കാണിക്കുമോ സ്കിപ്പ് ചെയ്യുമോ ഒന്നും അറിയില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്നത്. കംപ്ലീറ്റ്ലി റെനേരയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പോയിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡ്. പക്ഷേ എന്നെ സംബന്ധിച്ച് നല്ല കിടിലം മേക്കിംഗ് ആയിരുന്നു. സോ ഈ ഒരു എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക.